പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങളെ അറിഞ്ഞുകൂടെ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമ്മുടെ ഈ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കൂടെ വസിക്കുക. ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ശരീരമാണ്. ഇത് പാപകരമായ ജീവിതത്തിന് നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കരുത്. ഈ ശരീരം ഒരിക്കൽ ഉയർത്തി നിൽക്കേണ്ടതാണ്. നമ്മളൊക്കെ മരിക്കും, ഈ മണ്ണിൽ അടക്കപ്പെടും. യേശുവിൻ്റെ രണ്ടാം വരവിൽ ഈ ശരീരത്തോടെ ഞാൻ ഉയർത്തി നിൽക്കും. 1 കൊരിന്ത്യർ 15 പറയുന്നു, കണ്ണിമയ്ക്കുന്നത്ര വേഗം നിങ്ങൾ രൂപാന്തരപ്പെടും, ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെടും. നമ്മളെല്ലാവരും ഈ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ടോ നമ്മൾ ഈ ശരീരത്തിൽ രൂപാന്തരപ്പെടും. എങ്ങനെ? യേശുവിൻ്റെ മഹത്വമുള്ള ശരീരം എങ്ങനെയാണോ അതുപോലെ നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ മാറുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. മഹത്വമൊരു ശരീരമാകും. ദൈവത്തിലുള്ളവർ സ്വർഗത്തിലേക്കും അല്ലാത്തവർ നിത്യനരകത്തിലേക്ക് പോകും. നിത്യനരകത്തിൽ ഈ ശരീരത്തോടുകൂടി തന്നെ നമ്മൾ പീഡിപ്പിക്കപ്പെടും നിത്യകാലം. അങ്ങനെയാണ് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത്. ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. ഈ ശരീരം പാപകരമായ ജീവിതത്തിൽ വിട്ടുകൊടുക്കരുത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമ്മൾ ഈ ശരീരത്തോടെ തന്നെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. എന്നിട്ട് നമ്മൾ രൂപാന്തരപ്പെടുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ശരീരത്തെ വിശുദ്ധിയിൽ, പരിശുദ്ധിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയ ഒരു വ്യക്തിബന്ധത്തിലേക്ക് നമ്മളെല്ലാവരും വളരേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയ ഒരു സ്നേഹബന്ധം, ഒരു കൂട്ട് നമുക്ക് ഉണ്ടാവണം. 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വചനങ്ങൾ. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവം എല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ്, അതായത് ദൈവാത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ദൈവത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ പോലും ദൈവത്തിൻ്റെ ആത്മാവ് കണ്ടെത്തുന്നു. നിഗൂഢമായ രഹസ്യങ്ങൾ, മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. നിഗൂഢമായ ദൈവിക രഹസ്യങ്ങൾ, മഹത്വത്തിൻ്റെ കാര്യങ്ങൾ, മനുഷ്യന് മറയ്ക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആത്മാവിലൂടെ വെളിപ്പെടുത്തും. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാനൊക്കെ ഒരിക്കൽ ഇവിടെ ക്രിസ്ത്യനിൽ ധ്യാനം നടക്കുമ്പോൾ ഒരു ആരാധനയിൽ ഞാനിങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദിവ്യകാരുണ്യ ആരാധന നടത്തുകയാണ്. ആ ആരാധന നടത്തുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുകയാണ്. ആ മെസ്സേജ് ഇങ്ങനെ ആയിരുന്നു: ഒരു മനുഷ്യനെ കൊന്ന് കഷണമാക്കി ചാക്കിനകത്താക്കിയിട്ട് ഒരു കലിങ്കിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുക, എന്നെ ആ വിഷൻ ഇങ്ങനെ കാണിച്ചു തരിക. ഞാൻ ആ പ്രാർത്ഥന സമയത്ത് ഈ മെസ്സേജ് അനൗൺസ് ചെയ്തു. ഞാൻ പറഞ്ഞു, അങ്ങനെ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നു. അങ്ങനെ കണക്ഷനുള്ള ആരാന്ന് ചോദിച്ചു. ഒരു സഹോദരൻ എഴുന്നേറ്റ്, ഒരു 10-15 ദിവസം എഴുന്നേറ്റു, കൈയുത്തി പിടിച്ച് സ്റ്റേജിൽ വരാൻ പറഞ്ഞു. ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു 30 വയസ്സിൽ താഴെയുള്ളൂ, അവന് ഒരു തെറ്റായ ബന്ധമുണ്ടായിരുന്നു ഒരു സ്ത്രീയുമായിട്ട്. ആ സ്ത്രീക്ക് ഭർത്താവുമുണ്ട്, മക്കളുമൊക്കെ ഉണ്ട്. ഈ തെറ്റായ ബന്ധം, ആ തെറ്റായ ബന്ധം അവളുടെ ഭർത്താവും അവരൊക്കെ അറിഞ്ഞു. അവർ ഇവനെ കൈകാര്യം ചെയ്തു, കൊന്നിട്ട് വെട്ടിമുറിച്ച് ചാക്കിനകത്താക്കി കരികിനടിക്കൊണ്ട് വെച്ചു. വർഷങ്ങൾക്ക് മുമ്പ് സംഭവമാണ്. അദ്ദേഹം പറയണേ ഇവൻ്റെ കൂട്ടുകാരനായിരുന്നു. എന്നിട്ട് പോലീസ് അന്വേഷണം നടന്നു, പ്രതികളെ പിടിച്ചു, കൊന്നവരൊക്കെ പിന്നെ കേസായി ജയിലിലായി. പക്ഷേ ഇങ്ങനൊരു സംഭവം കർത്താവ് വെളിപ്പെടുത്തി തരിക. പ്രൈസ് ദി ലോർഡ്. അതുപോലെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ കാര്യങ്ങളും സംസാരിക്കും. പ്രാർത്ഥനയിൽ ആത്മാവ് വെളിപ്പാടുകളും സന്ദേശങ്ങളും പേരുകളും അടയാളങ്ങളും ഒക്കെ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. വെളിപ്പെടുത്തുമോ? വെളിപ്പെടുത്തും. ഇവിടെ വചനം പറയുന്നു,
ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ മനുഷ്യന് വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് മനുഷ്യന് മനസ്സിലാകുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിഗൂഢമായ രഹസ്യങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് വേണ്ടി വെളിപ്പെടുത്തി തരും. വെളിപ്പെടുത്തുവോ? ഉറപ്പായിട്ടും ആത്മാവ് കൃത്യമായിട്ട് വെളിപ്പെടുത്തും. നമ്മുടെ ടീമിലുണ്ടായിരുന്ന പാട്ടുപാടുന്ന റജി എന്നൊരു മകനാണ്. ആ സഹോദരൻ്റെ വൈഫിന് തലയിൽ ട്യൂമർ വന്നു, അത് ക്യാൻസറായി. ഇവിടെ കഴിഞ്ഞ വർഷം ഇതായി കഴിയുമ്പോൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ധ്യാനത്തിന് വരാൻ പറഞ്ഞു. ധ്യാനത്തിന് വന്നു, ധ്യാനം കൂടി. അപ്പോൾ തന്നെ കർത്താവ് എനിക്ക് മരണത്തിൻ്റെ ഒരു മെസ്സേജാണ് നൽകിയത്. റെജിയോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ടീമിൽ പറഞ്ഞു ആൾ മരിക്കും, അതാ കർത്താവിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞു. പിറ്റേ മാസം ഞാൻ അടുത്ത മാസം ധ്യാനിക്കാൻ പറഞ്ഞു. പിറ്റേ മാസം ധ്യാനത്തിൽ വന്നു. അന്ന് ഞാൻ റിൻസി എന്ന അവളുടെ പേര്, റിൻസിയുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുകയാണ്. റിൻസി മരിച്ച് ഈ മൃതശരീരം വെക്കുന്ന എന്താ പറയുന്നത്, ഫ്രീസർ, അതിനകത്ത് ഇങ്ങനെ വിഷം കണ്ടു. അത് കഴിഞ്ഞ് കർത്താവിനെ കാണിക്കുകയാണ്. റിൻസിയുടെ ശവോടെ കഴിഞ്ഞിട്ട് റിജിയും 2 മക്കളും ആ കല്ലറയുടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ബന്ധുക്കളൊക്കെ നിൽപ്പുണ്ട്. ഒരു വിഷൻ കണ്ടു. ഞാൻ കാണുന്ന വിഷൻ അത് ഞാൻ കണ്ടു. അത് ഞാൻ കാണുന്നത് ആ സെമിത്തേരിക്ക് പുറത്തിറങ്ങി ഞാൻ നിൽക്കുന്നു. ശവോടെ കഴിഞ്ഞിട്ട് എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ നിൽക്കുന്നൊരു വിഷൻ ഞാൻ കാണുകയാണ്. റജിയും മക്കളും ഇങ്ങനെ നിൽക്കുന്നൊരു വിഷൻ. ഞാൻ റജിയോടൊന്നും പറഞ്ഞില്ല, പ്രാർത്ഥിച്ചു. റിൻസിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഞാൻ ടീമിൽ ഞാൻ പറഞ്ഞു കർത്താവിനെ ഇങ്ങനെ കാണിക്കുന്നത്, റിൻസി മരിക്കും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് റിൻസി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 42 വയസ്സ് പ്രായം. കൃത്യമായ ദൈവാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ. ഹല്ലേലൂയ. അതുപോലെ ഒത്തിരി അനുഭവമുണ്ട്. ഒരനുഭവം കൂടി പറയാം. എൻ്റെ മൂത്ത അളിയൻ്റെ മകൻ്റെ കുട്ടി ഇവാന, എൻ്റെ 3-4 വയസ്സ് താഴെ പ്രായമുള്ളൂ, 3 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ആൾക്കൊരു പനിയുണ്ടായി. ഞാനിവിടെ ധ്യാനം നിർത്തുമ്പോഴാണ് കുട്ടിയുടെ അപ്പൻ എന്നെ വിളിച്ചു, കൊച്ചിന് പനിയാണ്, 26 ആശുപത്രി കിടക്കുകയാണ്, പനി കുറയുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ് കോട്ടയത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ കോട്ടയത്ത് ചെന്നു. അവിടെ ചെന്ന് പരിശോധനയൊക്കെ നടത്തി. അവർ പറഞ്ഞു ഇവിടെ അമൃതയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. കൊച്ചിന് പനി കുറയുന്നില്ല. അമൃതയിൽ ചെന്ന് അപ്പോഴത്തേക്ക് കൊച്ചു ബോധം കെട്ടുപോയി. കൊച്ചിനെ വെന്റിലേറ്ററാക്കി. അപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞ് പനിയാണ്, ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എനിക്കിന്ന് മെസ്സേജ്, ഈ കുഞ്ഞിൻ്റെ മരണമാണ്, കുഞ്ഞ് മരിക്കും. എന്നിട്ട് അന്ന് വൈകിട്ട് ദിവ്യകാരുണ്യ ആരാധന നടക്കുമ്പോൾ ഞാൻ ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു, പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ മെസ്സേജ്, കുഞ്ഞ് മരിക്കും. ഒരു കുഞ്ഞ് ശവപ്പെട്ടിക്കകത്ത് കുഞ്ഞിനെ ഞാൻ കാണുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് പറയാൻ മരിക്കുമെന്ന്. അങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ എത്തി, വെന്റിലേറ്ററിലാക്കി, ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ആ ലങ്സിന് എന്തോ ഇൻഫെക്ഷൻ ഉണ്ടായതാണ്. ഏതാണ്ട് 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞ് ബോധം തെളിഞ്ഞു, നോർമലിലേക്ക് വന്നു. പക്ഷേ കുഞ്ഞിൻ്റെ രോഗം മാറുന്നില്ല. അതിന് ശ്വാസമുട്ടൽ പ്രയാസങ്ങളൊക്കെ. 84 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു കുട്ടി. 84-ാം ദിവസം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 84 ദിവസം ഡോക്ടേഴ്സ് പറഞ്ഞു, അവരെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിനെ കാണാനുള്ളവരൊക്കെ വരുത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇവർ അറിയിച്ചു. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഡോക്ടർമാർ ഇങ്ങനെ പറയുന്നു പറഞ്ഞു. അന്ന് വൈകിട്ടൊരു 4:30 മണി നേരത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിഷൻ കാണുകയാണ്, കുഞ്ഞ് മരിക്കുകയാണ്. ഇവിടെ 2 മാലാഖമാരിരുന്ന്, ഇവളും ഒരു മാലാഖ ചിറകൊക്കെ ആയിട്ട് ഇവൾപ്പെടെ ഇങ്ങനെ മാലാഖമാരിങ്ങനെ പറന്നു പോയി. 4:30 മണി സമയത്ത് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് വൈഫിനോട് പറഞ്ഞു കുഞ്ഞ് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിളിച്ചു, കുഞ്ഞ് മരിച്ചു. ഹല്ലേലൂയ. ആ കുഞ്ഞിന് പനിയാണെന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് മെസ്സേജാണ്, കുഞ്ഞ് മരിക്കും. പക്ഷേ ഇത് നമുക്ക് വെളിയിൽ പറയാനൊക്കത്തില്ല. അപ്പോൾ എൻ്റെ ടീമിൽ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു കുഞ്ഞ് മരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അവരോട് ഞാൻ പറഞ്ഞില്ല, അത് പറയാനൊക്കത്തില്ല. മരണം, മോഷണം അല്ലെങ്കിൽ കൊലപാതകം അങ്ങനെയുള്ള സംഭവങ്ങൾ പ്രാർത്ഥിച്ച ദൈവം വെളിപ്പെടുത്തും. പക്ഷെ അത് പറയാൻ പാടില്ല മരണത്തിൻ്റെ കാര്യങ്ങൾ. പക്ഷെ ഞാൻ പറയും, എനിക്ക് അത്ര ക്ലോസ് ഉള്ള കുടുംബമോ വ്യക്തികളോ ആണെങ്കിൽ ഞാൻ പറയും കർത്താവ് ഇതുപോലെയാണ് പറയുന്നത് എന്ന് ഞാൻ പറയും. അത് വളരെ അപൂർവമാണ് പറയുക, പരമാവധി പറയുകയില്ല. ഹല്ലേലൂയ. ഇതുപോലെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സമയം ദൈവിക വെളിപ്പെടുത്തലുകളാണ്. കൃത്യമായ മെസ്സേജ്, ഷാർപ്പായിട്ടുള്ള മെസ്സേജുകൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നുകൊണ്ടേയിരിക്കും.
അത് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സന്ദേശങ്ങൾ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ജഡിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കുക അസാധ്യമാണ്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം എല്ലാ മാസവും എനിക്ക് കാനഡയിൽ നമ്മുടെ ഗ്രൂപ്പുണ്ട്, കിങ് ജീസസ് മിനിസ്ട്രി. ആ മിനിസ്ട്രിയിൽ എല്ലാ മാസവും ഒരു സൂം മീറ്റിംഗ് ഉണ്ട്, വചനപ്രഘോഷണം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ആണ് ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ ഒരു 2 മണിക്കൂർ എടുക്കും വചനപ്രഘോഷണം, ഹീലിംഗ് പ്രേയറുമെല്ലാം. അവിടെ അടുത്ത ഒട്ടാമയിലെ വികാരിച്ച ബെന്നിയച്ഛനും എല്ലാ സൂം മീറ്റിങ്ങിലും അച്ഛനും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ച 200-ലധികം പേര് നേരിട്ട് ഒരു വീട്ടിൽ 10-70 പേര്, പിന്നെ സൂം മീറ്റിങ്ങിൽ അമേരിക്കയിലും എല്ലാം ഐലിയിലിട്ട് എല്ലാവരുടെ 100-200 പേരുണ്ട്. അപ്പം വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് രോഗങ്ങൾ, സംഭവങ്ങളെല്ലാം ഇങ്ങനെ ആത്മാവ് സംസാരിക്കും. ഞാനത് പറയും, എല്ലാം കൃത്യമായിരിക്കും. അപ്പോൾ ഇത്തവണ ലാസ്റ്റ് ഹീലിംഗ് പ്രേയർ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പേര് വെളിപ്പെടുത്തുകയാണ്, എമേഴ്സൺ. അങ്ങനെ പേര് എനിക്ക് ആദ്യം കിട്ടുക. അപ്പോൾ ഞാൻ അനൗൺസ് ചെയ്തു, എമേഴ്സൺ എന്നൊരു പേര് കർത്താവ് എനിക്ക് തരുന്നു. ഞാൻ പറഞ്ഞു, ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും അങ്ങനെ ബന്ധപ്പെട്ടോന്ന് വെച്ചു. അപ്പം ഒരു സഹോദരൻ പറയുകയാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ പേര് എമേഴ്സൺ, അവൻ വെള്ളക്കാരനാണ്, വൈറ്റ്സാണ്. ഞാൻ പറഞ്ഞു, അവനുവേണ്ടി പ്രാർത്ഥിക്കണം. കണ്ടോ, ഞാനൊക്കെ എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പേരുകൾ, സംഭവങ്ങൾ എല്ലാം വെളിപ്പെടുത്തുന്നത്. അതിന് പറഞ്ഞാൽ തീരാത്ത പോലെ അനുഭവങ്ങൾ എനിക്കുണ്ട് ഈ ഒരു മേഖലയിൽ. ആത്മാവ് സംസാരിക്കുന്നതും വെളിപ്പെടുന്നതൊക്കെ അത് ഒരു വേറൊരു ലെവലാണ്. ആ ലെവലിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ദിവസം വ്യക്തിപരമായിട്ട് പേഴ്സണായിട്ടിരുന്ന് ഒരു 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നത്, സന്ധ്യാപ്രാർത്ഥനയല്ല, കൊന്ത ചെല്ലുന്നതല്ല, അല്ലാതെ പേഴ്സണലായിട്ട് ദൈവസന്നിധിയിലോ ദിവ്യകാരുണ്യ ആരാധനയോ 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കരമെത്തി പിടിച്ച് 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ഓക്കെ, അൽമായർ ആരെങ്കിലോ? ആരുമില്ല. 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും? 1 മണിക്കൂർ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് 3-4 പേരുണ്ട്. 1/2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ പുറകിലാണ് പ്രാർത്ഥന. ഈ ഗ്രൂപ്പ് വളരെ പുറകിലാണ്. ഇത് പോരാ. നമ്മൾ സമയം കണ്ടെത്തി 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ ഒന്ന് വചനം വായിച്ചും ദൈവത്തെ സ്തുതിച്ചും കൊന്തയിലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇനി അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ അവസാന ഭാഗമായിട്ട് നമ്മൾ സ്തുതിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ദർശനങ്ങൾ, പ്രവചനങ്ങൾ, വെളിപ്പാടുകൾ, ഭാവി എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ഇനി നമ്മൾ പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പാടുകൾ നൽകും. ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങളുടെ പങ്കുവയ്ക്കുന്നത്. ഇതിനൊക്കെ പ്രാർത്ഥനയും ഉപവാസവും വിശുദ്ധ ജീവിതം അല്ലാതെ വേറെ ഒരു വഴിയില്ല. 4 നേരവും ഫുഡ് അടിച്ചിട്ട് പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ആരും പ്രതീക്ഷിക്കണ്ട. ഹല്ലേലൂയ. സുഖം ജീവിതം നയിച്ചിട്ട് ആത്മാവെ സംസാരിക്കണം, ഒരു നിവൃത്തിയില്ല. ഉപവാസം വേണം. അത് കഠിനമായ നന്നായിട്ട് ഉപവാസം എടുക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, മുട്ട നിൽക്കണം, കൈവിരിച്ചു പിടിക്കണം, മിറ്റിലെ നിന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ മാത്രമേ അഭിഷേകത്തിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.